കഴിഞ്ഞ ക്ലാസ്സുകളിൽ പവർ പ്രേഷണവും വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത്. ആ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു അസൈൻമെന്റ് വർക്ക് ഇവിടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തന്നിരിക്കുന്ന പ്രസ്താവനകളെ ശരിയായ പ്രസ്താവനകൾ, തെറ്റായ പ്രസ്താവനകൾ എന്നിങ്ങനെ തരംതിരിക്കുക. ഇവിടെ വിതരണ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 4 ലൈനുകളാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇത്തരം 4 ലൈനുകളിലെ 3 ലൈനുകളിലെ ഫേസുകളായിരിക്കും, 1 ന്യൂട്രലും ആയിരിക്കും. ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയോ നമുക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ വേണ്ടി ഇതിൽ നിന്നും ആവശ്യമായ ലൈനുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യാറ്. സാധാരണയായി 2 ഫേസ് ലൈനുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 400 വോൾട്ട് ആണെന്നും ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണെന്നും ന്യൂട്രലും എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0 വോൾട്ട് ആണെന്നും 3 ഫേസ് ലൈനുകളും കൂടിച്ചേരുന്ന ബിന്ദുവിലെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണെന്നും നമുക്കറിയാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ പ്രസ്താവന ഒന്ന് വായിച്ചു നോക്കുക. ന്യൂട്രൽ ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0 ഈ പ്രസ്താവന ശരിയാണ്. ന്യൂട്രലില് 0, ഭൂമിയും 0 തന്നെയാണ്. അപ്പോൾ ഇവയ്ക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ല, ദാറ്റ് ഈസ് 0. 2, ന്യൂട്രൽ ലൈനും ഭൂമിയും വ്യത്യസ്ത പൊട്ടൻഷ്യലിലാണ്. ഈ പ്രസ്താവന തെറ്റാണ്. 3, തറയിൽ നിന്നുകൊണ്ട് ന്യൂട്രൽ ലൈനിൽ തൊടുന്നയാൾക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നില്ല. തറയിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുകൊണ്ട് ന്യൂട്രൽ ലൈനിൽ തൊടുന്നയാൾക്ക് ഭൂമിയിലെ 0, ന്യൂട്രലും 0. ഇവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം 0 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വൈദ്യുതാഘാതം ഏൽക്കില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരി തന്നെ. ഡി, തറയിൽ നിന്നുകൊണ്ട് ഫേസ് ലൈനിൽ തൊടുന്നയാൾക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നില്ല. ആ പ്രസ്താവന തെറ്റുമാണ്. The potential difference between earth and neutral line is 0. This statement is true. Neutral line and earth line are at different potentials. This statement is false. A person touching the neutral line standing on the earth will not get electric shock. Yes, this statement is true. And a person touching the phase line standing on the earth will not get electric shock. This statement is false. വൈദ്യുതോപകരണങ്ങളെ 2 തരത്തിൽ സർക്യൂട്ടുമായി ബന്ധിപ്പിക്കാമെന്ന് നാം താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. 1 ശ്രേണി രീതിയിലും 2 സമാന്തര രീതിയിലും. ഇതുമായി ബന്ധപ്പെട്ട താഴെയുള്ള പ്രവർത്തനം നിരീക്ഷിക്കുക. 3 40 വാട്ട് ബൾബുകളെ ശ്രേണി രീതിയിൽ 230 വോൾട്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെയുള്ള 3 ബൾബുകളുടെയും പവർ 40 വാട്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രവർത്തനം 1, സർക്യൂട്ടിലെ ഒന്നാമത്തെ സ്വിച്ച് മാത്രം ഓണാക്കുന്നു. നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു ബൾബും ഇവിടെ പ്രകാശിക്കുന്നതായിട്ട് കാണുന്നില്ല. രണ്ടാമത്തെ സ്വിച്ചും കൂടെ ഓണാക്കിയാലോ? ഒരു ബൾബും പ്രകാശിക്കുന്നതായിട്ട് കാണുന്നില്ല. എങ്കിൽ എല്ലാ സ്വിച്ചുകളും, അതായത് സർക്യൂട്ടിലെ 3 സ്വിച്ചും ഓൺ ചെയ്ത് നോക്കൂ. ഇവിടെ 3 ബൾബുകളും പ്രകാശിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഇവയുടെ തീവ്രത വളരെ കുറവായതാണ് കാണുന്നത്. അടുത്തത്, ഒന്നാമത്തെ സ്വിച്ച് മാത്രം ഓഫാക്കിയാലോ? എല്ലാ ബൾബുകളും ഓഫാകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. Turn on the first switch in the circuit. No bulb is glowing. Turn on the second switch also. Now, no bulb is glowing. Turn on all the 3 switches in the circuit. All the bulbs are glowing with less brightness. Turn off
the first switch alone, all the bulbs are gone off. അടുത്തൊരു പ്രവർത്തനം, ഈ 40 വാട്ട് ബൾബുകളെ സമാന്തര രീതിയിൽ 230 വോൾട്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിരീക്ഷണം ശ്രദ്ധിക്കുക. സർക്യൂട്ടിലെ ഒന്നാമത്തെ സ്വിച്ച് ഓണാക്കുന്നു. ഒന്നാമത്തെ ബൾബ് തീവ്രതയോടെ പ്രകാശിക്കുന്നത് കാണാം. രണ്ടാമത്തെ സ്വിച്ച് ഓണാക്കിയാലോ? രണ്ടാമത്തെ ബൾബും തീവ്രതയോടെ പ്രകാശിക്കുന്നു. മൂന്നാമത്തെ സ്വിച്ചും ഓൺ ചെയ്ത് നോക്കുക. 3 ബൾബുകളും തീവ്രതയോടെ പ്രകാശിക്കുന്നത് കാണാം. എങ്കിൽ രണ്ടാമത്തെ സ്വിച്ച് മാത്രം ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാലോ? രണ്ടാമത്തെ ബൾബ് മാത്രം ഓഫ് ആകുന്നതായിട്ട് കാണാവുന്നതാണ്. 3 40 വാട്ട് bulbs are connected to a 230 volt supply in parallel. Turn on the first switch in the circuit. First bulb is glowing brightly. Turn on the second switch also. Second bulb is also glowing brightly. Turn on the third switch also. All the 3 bulbs are glowing brightly. Then turn off the second switch alone. Only the second bulb is gone off. ഇവിടെ 2 രീതിയിലുള്ള സർക്യൂട്ടുകളാണ് നിങ്ങൾ നിരീക്ഷിച്ചത്. ഒന്നാമത്തെ സർക്യൂട്ടിൽ ബൾബുകളെ ക്രമീകരിച്ചിരിക്കുന്നത് ശ്രേണി രീതിയിലായിരുന്നു. രണ്ടാമത്തെ സർക്യൂട്ടിലോ? അതെ, സമാന്തര രീതിയിൽ. ഏത് സർക്യൂട്ടിലാണ് ബൾബുകൾ കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചത്? സമാന്തര രീതിയിലാണെന്ന് ബോധ്യപ്പെട്ടുവല്ലോ. ഏത് സർക്യൂട്ടിലാണ് എല്ലാ ബൾബുകൾക്കും 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിച്ചത്? അതെ, സമാന്തര രീതിയിൽ തന്നെയാണ്. എങ്കിൽ ഏത് സർക്യൂട്ടിലാണ് ബൾബുകൾ രേഖപ്പെടുത്തിയ പവറിൽ പ്രവർത്തിച്ചത്? അതായത് 40 വാട്ടിൻ്റെ ബൾബുകളാണല്ലോ 2 സർക്യൂട്ടുകളിലും നാം ഉപയോഗിച്ചത്. ആ 40 വാട്ട് പവറിൽ തന്നെ പ്രവർത്തിച്ചത് ഏത് സർക്യൂട്ടിലെ ബൾബുകളായിരുന്നു? അതും സമാന്തര രീതിയിലേത് തന്നെ. ഏത് സർക്യൂട്ടിലാണ് ബൾബുകളെ പ്രത്യേക സ്വിച്ചുകൾ വഴി നിയന്ത്രിക്കാൻ സാധിച്ചത്? അതെ, സമാന്തര രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ബൾബ് മാത്രമല്ലേ നമ്മുടെ വീടുകളിൽ വർക്ക് ചെയ്യിക്കുന്നുള്ളൂ. 3 ബൾബുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ബൾബ് ഓഫ് ചെയ്യുമ്പോൾ, ആ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അത് മാത്രമല്ലേ ഓഫ് ആവുന്നുള്ളൂ. എങ്കിൽ നമ്മുടെ ഗൃഹവൈദ്യുതീകരണം എന്ന് പറയുന്നത് ഇതിൽ ഏത് സർക്യൂട്ടായിരിക്കും? വെരി ഗുഡ്, അതെ, സമാന്തര രീതി തന്നെ. അങ്ങനെയാണെങ്കിൽ സമാന്തര രീതിയിൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമായിരിക്കും? രേഖപ്പെടുത്തിയ പവറിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഉപകരണങ്ങളെ സ്വിച്ച് ഉപയോഗിച്ച് യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയുന്നു. എല്ലാ ഉപകരണങ്ങൾക്കും ആവശ്യമായ വോൾട്ടേജ് ലഭ്യമാകുന്നു. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കുറവായതിനാൽ താപനഷ്ടവും കുറവായിരിക്കും. ഏതെങ്കിലും ഉപകരണത്തിൻ്റെ തകരാറ് സർക്യൂട്ടിനെ ബാധിക്കില്ല. അഡ്വാൻറ്റേജസ് ഓഫ് കണക്റ്റിംഗ് ദ ഡിവൈസസ് ഇൻ പാരലൽ. Devices work according to the marked power. Devices can be controlled using switches as per need. All the devices will get required voltage. The effective resistance of the circuit is minimum, hence the heat loss is also minimum. Any damage of one device will not affect the entire circuit. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് 2 വയറുകളാണ് നമ്മുടെ വീട്ടിലേക്ക് വലിക്കുന്നത്. ഒന്ന് ഫേസ് ലൈനും രണ്ടാമത് ന്യൂട്രൽ ലൈനും. ഈ 2 വയറുകൾ നേരിട്ട് കണക്ട് ചെയ്യുന്നത് വാട്ട് അവർ മീറ്ററിലേക്കാണ്. kWh അതാണ് വാട്ട് അവർ മീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യൂണിറ്റ്. അതിനുശേഷം മെയിൻ ഫ്യൂസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. മെയിൻ ഫ്യൂസിലെ ഫ്യൂസ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ലൈവ് ലൈനിലാണ്, അഥവാ ഫേസ് ലൈനിലാണ്.
ഈ മെയിൻ ഫ്യൂസിന് ശേഷമാണ് മെയിൻ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലെ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതും ഫേസ് ലൈനിൽ തന്നെ. മെയിൻ സ്വിച്ചിന് ശേഷം കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ELCB എന്ന് പറയുന്നത്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് നമ്മുടെ വീട്ടിൽ എത്തുന്നത് ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുമാണ്. ഇതിൽ ചുവപ്പ് നിറത്തിൽ കാണുന്നത് ഫേസ് വയറും കറുപ്പ് അല്ലെങ്കിൽ നീല നിറങ്ങളിൽ കാണുന്നത് ന്യൂട്രൽ വയറും ആയിരിക്കും. വൈദ്യുത ലൈനിൽ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വാട്ട് അവർ മീറ്ററാണ്. വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വാട്ട് അവർ മീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. മെയിൻ ഫ്യൂസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, ചിത്രം നിരീക്ഷിക്കുക, വാട്ട് അവർ മീറ്ററിനും മെയിൻ സ്വിച്ചിനും ഇടയിലാണ്. ഇതിൽ ഫ്യൂസുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് ലൈവ് ലൈൻ അഥവാ ഫേസ് ലൈനുകളിലും ആണ്. മെയിൻ ഫ്യൂസിന് ശേഷമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണല്ലോ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത്. എന്താ മെയിൻ സ്വിച്ചിൻ്റെ ഉപയോഗം? അതെ, സർക്യൂട്ടിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗമാണിത്. മെയിൻ സ്വിച്ച് വഴി സർക്യൂട്ടിനെ മുഴുവനായും ഓഫാക്കുന്നതിനും വീണ്ടും ഓൺ ആക്കുന്നതിനും കഴിയുന്നു. മെയിൻ സ്വിച്ച് സർക്യൂട്ടിനെ മുഴുവൻ നിയന്ത്രിക്കുന്നു. സർക്യൂട്ടിനെ മുഴുവനായും ഓണാക്കുന്നതിനും ഓഫാക്കുന്നതിനും മെയിൻ സ്വിച്ച് വഴി സാധിക്കുന്നു. The main switch controls the entire circuit. The whole circuit can be switched off and switched on through the main switch. സർക്യൂട്ടിൽ ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ഇതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? മെയിൻ സ്വിച്ചിന് ശേഷം. ELCBയുടെ ഉപയോഗമോ? ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടാൻ ELCB സഹായിക്കുന്നു. ഇതുമൂലം വൈദ്യുത സർക്യൂട്ടോ ഉപകരണമോ ആയി സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ELCB helps to break the circuit automatically whenever there is a current leak due to insulation failure or any other reason. Hence, a person touching the electric circuit or a device does not get an electric shock. എങ്കിൽ ELCBക്ക് പകരമായി ഇപ്പോൾ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണല്ലോ RCCB എന്ന് പറയുന്നത്, റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. RCCBക്ക് ELCB അപേക്ഷിച്ച് എന്ത് മേന്മയാണ്? ELCBയേക്കാൾ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് RCCBക്കുള്ള മേന്മ. അമിത വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് ഒന്നാമത്തെ യൂണിറ്റിൽ നാം പഠിച്ചതല്ലേ? അതെ, സുരക്ഷ ഫ്യൂസ്. ഗാർഹിക സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? 1. ഓവർലോഡിങ്ങും 2. ഷോർട്ട് സർക്യൂട്ടും. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഏത് ഫലം ഉപയോഗിച്ചായിരുന്നു ഫ്യൂസ് അവിടെ പ്രവർത്തിച്ചത്? അതെ, താപഫലം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിച്ചത്. അത് ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി പ്രതിരോധം കുറയുകയും കൂടിയ കറണ്ട് പ്രവഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ താപനില ഉയരുകയും ഈ താപഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമായിരുന്നു സുരക്ഷാ ഫ്യൂസ് എന്ന് പറഞ്ഞത്. ശാഖ സർക്യൂട്ടുകളിൽ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് MCB ആണ്, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇത്തരം MCBയുടെ സ്ഥാനം എന്ന് പറയുന്നത് ELCBക്ക് ശേഷമായിരിക്കും. അതായത് സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ് എന്നിവ മൂലം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ MCB സ്വിച്ച് സ്വയം നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലവും കാന്തിക ഫലവുമാണ് ഇത്തരം MCBകളിൽ പ്രവർത്തിക്കുന്നത്. ഫ്യൂസിനെ അപേക്ഷിച്ച് MCBയുടെ മേന്മ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ് എന്നിവ മൂലം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ MCB സ്വിച്ച് സ്വയം നിയന്ത്രിതമായി സർക്യൂട്ടിനെ വിച്ഛേദിക്കപ്പെടുക എന്നത് തന്നെയാണ്.
ഫ്യൂസിന് പകരമായി ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB. സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ് എന്നിവ മൂലം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ MCB സ്വയം സ്വിച്ച് നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിച്ച ശേഷം MCB സ്വിച്ച് ഓണാക്കി സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലാക്കാം. വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗപ്പെടുത്തിയാണ് MCB പ്രവർത്തിക്കുന്നത്. MCB is a device that is used in the place of a fuse wire branch circuit. MCB automatically breaks the circuit whenever there is an excess flow of current due to short circuit or overloading. After rectifying the circuit, we can switch on the MCB and make the circuit as it was. MCB works making use of heating and magnetic effect of electricity. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് MCBയും സാധാരണ ഫ്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കും? സാധാരണ ഫ്യൂസ് വൈദ്യുതിയുടെ താപഫലം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നു. MCBയോ വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവുമാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഫ്യൂസ് സർക്യൂട്ടിലെ അമിത വൈദ്യുത പ്രവാഹ സാധ്യതകൾ പരിഹരിച്ച ശേഷം അനുയോജ്യമായ ആംബിയറേജുള്ള ഫ്യൂസ് പുനഃസ്ഥാപിച്ചാൽ സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലാക്കാവുന്നതാണ്. MCB സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിച്ച ശേഷം MCB സ്വിച്ച് ഓണാക്കി സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലാക്കാം. What are the differences between MCB and ordinary fuse? Ordinary fuse works making use of heating effect of electric current, but in MCB works making use of heating and magnetic effect of electric current. Fuse wire. A circuit can be brought back to its original state by using a fuse wire of suitable amperage after rectifying the issue of excess current in it. But in MCB, after rectifying the circuit, we can switch on the MCB and make the circuit as it was. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫേസ് വയറും ന്യൂട്രലുമല്ലാത്ത മൂന്നാമത്തെ ഒരു ലൈനും കൂടെ ഉണ്ടല്ലോ. അതെ, പച്ച നിറത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആ വയർ എർത്ത് ലൈൻ ആണ്. എർത്ത് ലൈനിനെ ഭൂമിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് എർത്തിങ് എന്ന് വിളിക്കുന്നത്. 3 പിൻ സോക്കറ്റിൽ എർത്ത് വയർ ഘടിപ്പിച്ചിരിക്കുന്നത് എർത്ത് പിന്നുമായിട്ടാണ്. ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക വൈദ്യുത വിതരണത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞൂടെ? ഒന്ന്, സുരക്ഷാ ഫ്യൂസ്, MCB, ELCB, 3 പിൻ പ്ലഗും എർത്തിങ്ങും. സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, സേഫ്റ്റി ഫ്യൂസ്, MCB that is miniature circuit breaker, ELCB earth leakage circuit breaker, and 3 pin plug and earthing. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഉപകരണങ്ങൾ സമാന്തരമായി ഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായല്ലോ. എങ്കിൽ താഴെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കുക.